എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇറങ്ങിപ്പോയ വിഷയത്തിന്, വിടുതൽ കിട്ടിയ വിഷയത്തിൽ പിന്നെ നമ്മൾ സംശയിക്കുന്നവർ, ഹല്ലേലൂയ, നമ്മൾ പിന്നെ ഡൗട്ട് ചെയ്യുന്നവരാ, ഹല്ലേലൂയ. എടാ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചിന്തകളുള്ളവരെ നമ്മൾ ഇന്ന് പകൽ ആ ഹൃദയത്തെ നമ്മൾ മാറ്റണം, ഹല്ലേലൂയ. നമ്മൾ ആ ഹൃദയത്തെ മാറ്റി കഴിയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദന. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം ഒരു ആലോചന, ഒരു പ്രവചനം, ഒരു വ്യക്തമായിട്ട് അത് പറയപ്പെടുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. നീ വിശ്വസിക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും, ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറെങ്കിൽ അവിടെ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണുന്നത് ചെയ്യും, ഹല്ലേലൂയ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും നമ്മൾ അതിന് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇന്നലെ എന്നെ ചിന്തിപ്പിക്കുവാനിടയായി, നീ വിടുതൽ നടന്നിട്ടും വിടുതൽ നടന്നിട്ടില്ലെന്ന്, സൗഖ്യങ്ങൾ നടന്നിട്ടും വിചാരിക്കുക സൗഖ്യങ്ങൾ നടന്നിട്ടില്ലെന്ന്, പ്രാണനെ രക്ഷിച്ചിട്ടും വിചാരിക്കുക നമ്മൾ പ്രാണനെ നമ്മൾ പിന്നെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക. ആമേൻ, ഇപ്പോഴും എനിക്ക് പ്രാണൻ ഉണ്ടെന്ന്. പക്ഷെ നിന്നെ വിടുവിച്ചവനെ വിശ്വസിക്കുവാൻ താണെങ്കിൽ ആ വിടുതൽ നീ കാണുന്ന ചെയ്യും, ഹല്ലേലൂയ. അത് കമാൻഡ് ഡിക്ലെയർ ചെയ്യണം നമ്മൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കമാൻഡ് ആൻഡ് ഡിക്ലെയർ നമ്മുടെ ജീവിതം നമ്മൾ എപ്പോഴും ചെയ്യണം, ഹല്ലേലൂയ. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ അതിനെ കമാൻഡ് ആൻഡ് ഡിക്ലെയർ ചെയ്യണം, അത് വിശ്വസിക്കണം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമുക്ക് ദൈവദാസനുണ്ടായിരുന്നു, കർത്തൃദാസന് പാസ്റ്റർ ബോബൻ ജോസഫ് ഇവിടെ നമ്മുടെ മധ്യയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നല്ലൊരു ശുശ്രൂഷ, ദൈവത്തിന്റെ വചനത്തിന് നല്ലൊരു വചനം തരുവാൻ കർത്താവ് ഇടയാക്കി. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ച ആ ഒരു സബ്ജക്റ്റ് ഫിനിഷ് ചെയ്യുവാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് അധികം താമസിക്കാതെ പെട്ടെന്ന് ആ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ഹൗ ടു പ്രിപ്പയർ യുവർ സെൽഫ്, എങ്ങനെ നിങ്ങളെ തന്നെത്താനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. ആമേൻ. അതിൻ്റെ 3 പോയിന്റ്സുകൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, പ്രിപ്പയർ യുവർ ബോഡി ഹോളിനെസ് ഇൻ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നലെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ വരുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതം പ്രസാദമായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ലിവിങ് സാക്രിഫൈസ് ആകുവാനാണ്, അല്ലേ? ലിവിങ് സാക്രിഫൈസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വില കൊടുത്ത് മേടിച്ചാലേ അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. ആണോ ഇല്ലയോ? നമ്മൾ ചിലതിന് വില കൊടുത്ത് മേടിച്ചാലേ വില അറിയത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു നാളും വില അറിയത്തില്ല. ഒരു ഉദാഹരണം, എൻ്റെ പിതാവ് പോയി സാധനം മേടിക്കുകയാണെങ്കിൽ എനിക്കതിന് അത്രയും വില വരുമോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പോയി മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും വില വരുമോ? ഇല്ല. പക്ഷെ ഞാൻ ആ സാധനം മേടിക്കുമ്പോഴായിരിക്കും എനിക്കതിൻ്റെ വില മനസ്സിലാകുന്നത്, അല്ലേ? നമുക്കതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങണം, അതല്ലേ? ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ലിവിങ് സാക്രിഫൈസ് ആകുവാനാണ്. കർത്താവിന് നമ്മുടെ പണമോ വീടോ ഒന്നുമല്ല വേണ്ടിയത്, കർത്താവിന് വേണ്ടിയത് നമ്മളെയാ. ഹല്ലേലൂയ. നമ്മൾ എന്ന വ്യക്തിയെ കർത്താവിന് വേണ്ടിയതാണ്. നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ, പക്ഷെ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതൊരു സാക്രിഫൈസാണ്. You are a living sacrifice for the Jesus Christ, അല്ലേ? നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്തിന് സാക്രിഫൈസ്? കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ കർത്താവിനെ പിൻപറ്റുന്നവരൊക്കെ കഷ്ടതകളുണ്ട്,
അല്ലേ? അപ്പോൾ ഈ കഷ്ടതകളും ഒക്കെ സാക്രിഫൈസിന്റെ ഒരു ഭാഗമാണ്. നമ്മളെ തന്നെ അതായത് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്കൊരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ പറ്റുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ വെറുതെ വന്ന് പോയി കുത്തിപ്പിടിച്ചിരിക്കുന്ന പോകുന്നവരായി തീരല്ല. പിന്നെയോ നമ്മൾ വന്നിരിക്കുമ്പോൾ സമയം തൊട്ട് കർത്താവെ ഞാൻ എന്നെ തന്നെ താനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന്. ഹല്ലേലൂയ. നമ്മൾ യാഗമാകുവാൻ കൊടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നമ്മൾ ആരും യാഗമാകുവാൻ കൊടുക്കത്തില്ല. നമുക്ക് ആർക്കും യാഗമാകുന്നതും ഇഷ്ടമല്ല. പക്ഷെ യാഗമാകുവാൻ തയ്യാറാകുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ഹല്ലേലൂയ. ആമേൻ എന്ന് പറഞ്ഞാട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ലിവിങ് സാക്രിഫൈസ് ആകണമെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു നല്ലൊരു വേർഡിങ് അല്ല, ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു വേർഡാണ് ലിവിങ് സാക്രിഫൈസ്. ആരും ചെയ്യുവാൻ ആഗ്രഹിക്കത്തില്ല. എല്ലാവരും കർത്താവിന്റെ പൈതൽ എന്ന് പറയുവാൻ അറിയപ്പെടുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും, എല്ലാവർക്കും പ്രസംഗിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും, പാട്ടുകൾ പാടുവാൻ ആഗ്രഹമുണ്ടെങ്കിലും, യഥാർത്ഥത്തിൽ ലിവിങ് സാക്രിഫൈസ് ആകുവാൻ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നില്ല. ഉദാഹരണത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ആരും ജോലി വിട്ടടിച്ച് ആരും സുവിശേഷ വേല ചെയ്യുവാൻ ആർക്കും താല്പര്യമില്ല. കർത്താവിന്റെ വചനത്തെ ഘോഷിക്കുവാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും പണം വേണം, ജോലി വേണം. കാരണം കർത്താവിന്റെ കാട്ടി കൂടുതൽ വേണ്ടിയത് എന്തുവാ? പണമാ. കർത്താവിന്റെ കാട്ടി കൂടുതൽ ചിന്ത എന്തുവാ? എനിക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ വീട് നടക്കത്തുള്ളൂ. ശരിയാ, പക്ഷെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ നിന്റെ വീടും നടക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനാരും ആമേൻ പറയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ആമേൻ പറയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാനുള്ള ഞാൻ പറയും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ജോലി ജോലി പണം ജോലി പണം ജോലി. എടാ, മരിക്കുന്ന വരെ നമ്മൾ ജോലി ചെയ്തുള്ളൂ, ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ആകത്തില്ല. പക്ഷെ ഈ ജോലിയുടെ പുറകിലും നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന് വേണ്ടി ലിവിങ് സാക്രിഫൈസ് ആകുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എങ്ങനെ വരേണ്ടത്? ലിവിങ് സാക്രിഫൈസ് ആണ് വരേണ്ടത്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ കർത്താവേ നീ എന്നെ ഒന്ന് പണിയണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ പണിയുമ്പോൾ തന്നെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ലിവിങ് സാക്രിഫൈസ് പണിയുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ പണിയാൻ തുടങ്ങുമ്പോൾ കഷ്ടതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പല ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അവസാനമോ നമുക്കൊരു അനുഗ്രഹം ദൈവം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ എങ്ങനെയായിട്ടാ വരേണ്ടത്? ലിവിങ് സാക്രിഫൈസ് ആയിട്ടാണ് നമ്മൾ ആരാധനയ്ക്ക് വരേണ്ടത്. ഹല്ലേലൂയ. ജീവനുള്ള യാഗം. ഹല്ലേലൂയ. ആമേൻ. പണ്ടത്തെ കാലഘട്ടം, പണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുന്നേ നമ്മുടെ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ, അതായത് 10ാമത്തെ സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ അന്ന് അബ്രഹാമിനോട് അല്ലെങ്കിൽ ആ സമയത്ത് യാഗം ദൈവം കഴിക്കുവാൻ പറയുവാനില്ല. ഈ യാഗം കഴിക്കുന്നവർക്ക്, യാഗം എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അതായത് ആദാമിന്റെ ആ തലമുറയുടെ ആ സമയം തൊട്ട് യാഗത്തിനുള്ള കാര്യങ്ങൾ ദൈവം പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ യാഗം കഴിക്കുന്നത് ഏതാണെന്നറിയാമോ? ശ്രേഷ്ഠമുള്ള ഒരു അനിമലിനെ ആയിരുന്നു അവർ യാഗം കഴിച്ചിരുന്നത്. ഇന്ന് പകരം ഇവിടെ യാഗമാകുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യാഗമാകാത്തോണ്ട് പലപ്പോഴും നമുക്ക് ആ ദൈവത്തിന്റെ മഹത്വം, ആ ദൈവത്തിന്റെ വില നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാ. ഹല്ലേലൂയ. ഞാൻ അധികം അതിനെ കൂടുതൽ ബ്രീഫ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ 1 കൊരിന്ത്യൻസ് 16-ാം അധ്യായം 19 തൊട്ട് 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരമോ ദൈവത്തിന്റെ ആലയമത്രേ. ഹല്ലേലൂയ. 1 Corinthians chapter 6 verse 19 to 20 says that. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലിവിങ് സാക്രിഫൈസ് ആകണമെങ്കിൽ, ഈ ആലയം എന്ന ശരീരമാകണമെങ്കിൽ, ഇത് ദൈവ കർത്താവിൽ ഇത് നമ്മളെ പ്രസാദിക്കപ്പെടണമെങ്കിൽ നമ്മൾ വിടേണ്ട ചില കാര്യങ്ങൾ വിട്ടേ മതിയാകും. നമ്മൾ വിടാതെ പിടിച്ചു വെച്ചോണ്ട് നടന്നുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് നടക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാരും ഇവിടെ എന്റെ കൂടെ ഉണ്ടോ? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ?
എനിക്ക് അങ്ങനെ തോന്നുന്നില്ലാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരും ഇവിടെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, ആമേൻ. എന്റെ ജീവിതത്തിൽ ഞാൻ വിടേണ്ട ചില കാര്യങ്ങൾ വിടണം. എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്റെ ശരീരം ക്രിസ്തുവിന്റെ ആലയമാണ്, അല്ലെ? അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ആലയം, ഞാൻ എന്ന ശരീരം, എന്റെ ശരീരം എന്ന ആലയം വിശുദ്ധിയോടല്ലെങ്കിൽ എന്റെ ജീവിതവും വിശുദ്ധിയോടല്ല. എന്റെ ജീവിതം മുഴുവനും വിശുദ്ധിയോടായിരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ പ്രിപ്പറേഷൻ നടക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് മേലുള്ള, മനസ്സ് കഴിഞ്ഞ് ശരീരത്തിന് മേലുള്ള. ഹല്ലേലൂയ. ശരീരത്തെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. നീ നമ്മുടെ പറ്റിയില്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയണേ, കർത്താവ് എന്റെ ഈ ആലയം എന്ന ശരീരത്തിൽ ഞാൻ ചില പാവങ്ങൾ എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, കുറവുകൾ പറ്റിയിട്ടുണ്ട്. ഇന്ന് പകല് ഞാൻ എന്റെ ഈ ആലയത്തെ റിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇതിനെ കഴുകുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആലയത്തെ കഴുകുവാൻ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയല്ല, പിന്നെ ക്രിസ്തു എന്ന രക്തത്തിന് മാത്രമേ ഈ ശരീരത്തിൽ കഴുകുവാൻ പറ്റുകയുള്ളൂ. Hallelujah. Hallelujah. Come on, are you there with me? Are you there with me? Amen. വചനം നല്ല ഇഷ്ടപ്പെട്ട വചനങ്ങളായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ കൂടും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇന്ന് പറയണം ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വിടേണ്ട കാര്യങ്ങൾ ചിലത് വിടണം. എന്തൊക്കെ? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിടേണ്ട കാര്യം, ലോകത്ത് പ്രകാരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ത്യാഗം കഴിക്കണം, സാക്രിഫൈസ് ചെയ്യണം. ലോകത്തിന്റെ ഹിതമില്ലാത്ത കാര്യങ്ങൾ, ലോകത്തിന് ഇഷ്ടം, അന്ധകാരത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ അവിടെ എനിക്ക് അതിന്റെ വില അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ സാക്രിഫൈസ് ചെയ്യും, അല്ലെ? അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ട, ദൈവം എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞോ അതൊന്നും എന്റെ ജീവിതത്തിൽ കാണലെന്ന്. ഹല്ലേലൂയ. ദൈവം എന്തു വേണ്ടെന്ന് പറഞ്ഞോ അതൊന്നും നീ എന്റെ ജീവിതത്തിൽ വേണ്ട. കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ മകനെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ ദാസനെങ്കിൽ ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് ശരിക്കും യഥാർത്ഥ ലിവിങ് സാക്രിഫൈസ് ആകാൻ പറ്റുകയില്ല. നീ നമ്മൾ പറയും ആലയം, ശരീരം നമ്മുടെ ദൈവത്തിന്റെ ആലയമെന്ന്. ഇന്നത്തെ ആര് വസിക്കണം? ദൈവ കർത്താവ് യേശുക്രിസ്തു വസിക്കണം. ഈ കർത്താവ് യേശുക്രിസ്തു വസിക്കുന്നത് ഇവൻ അശുദ്ധിയുടെ ആത്മാവല്ല. കർത്താവ് എന്തുവാ? വിശുദ്ധിയുടെ ആത്മാവ്. ഹല്ലേലൂയ. ഈ ആത്മാവ് നമ്മളിൽ വസിക്കപ്പെടണമെങ്കിൽ, ഈ ആത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ, ഈ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ചില വിടുതൽ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ കർത്താവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നീ പറയാതെ തന്നെ നിന്റെ വിഷയത്തിൽ ദൈവപ്രവൃത്തി മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. നീ പറയാതെ തന്നെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. മനസ്സിലാവുന്നവർക്ക് സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തില് ഇത് വസിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത്, നമ്മുടെ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മളിൽ വസിക്കാറേയില്ല. ദൈവത്തെ നമുക്ക് തന്നാ തിരിച്ചെടുക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും നമുക്ക് തരുമെങ്കിൽ അതിനൊരിക്കലും തിരിച്ചെടുക്കുന്നില്ല. പക്ഷേ ഇതിനർത്ഥം ഇതല്ല നമ്മൾ അത് ആ ഗിഫ്റ്റ് മിസ്യൂസ് ചെയ്ത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വില കൊടുക്കേണ്ടതിന് ചിലത് വില കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ തലമുറകൾ വില കൊടുക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് പൂർണ്ണ പിതാക്കന്മാർ ചില വില കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ചില സാക്രിഫൈസുകൾ അവർ ചെയ്തോണ്ടാ ഇന്ന് പകൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഒരു ദൂത് പറയാം, കേട്ടോണം. എന്റെ പിതാവ് ദേവദാസനാണ്. എന്റെ പിതാവിന്റെ ആഗ്രഹം, ഹല്ലേലൂയ, ശ്രദ്ധിച്ചോണം, ഇതിൽ മാതാപിതാക്കൾ ദൈവസ്വനിൽ വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അവർ തലമുറകൾ വരുമ്പോൾ അവരും ദൈവസ്വനെ വില കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ എത്രവർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? നീ വില കൊടുക്കുവാൻ തയ്യാറെങ്കിൽ നിന്റെ തലമുറകൾ ദൈവസ്വന് വില കൊടുക്കുന്നു. ആമേന. യേശുവിന്റെ നാമത്തില് നീ ചില വിലകൾ കൊടുക്കണം. ആമേന. നമ്മൾ വെറുതെ വില കൊടുക്കുകയല്ല, വെറുതെ അല്ല വില കൊടുക്കേണ്ടത്, ചിലത് കൊടുക്കണം. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാക്കുന്നുണ്ടാ?
നീ വില കൊടുത്താൽ നിന്റെ തലമുറകൾ ദൈവസന്നിധിയിലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുന്നതിന് കാണുന്നു. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നമ്മൾ വില കൊടുക്കുവാൻ തയ്യാറെങ്കിൽ ആമേൻ, നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിലെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഓടുന്നത് നമ്മൾ കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് മാതാപിതാക്കൾ കൊടുക്കേണ്ട വില കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുകയില്ല എന്ന് ഇന്ന് പകല് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക. നിന്റെ തലമുറകൾ നശിച്ചു പോകാതിരിക്കുന്നെങ്കിൽ നീ കഴിഞ്ഞ നാളുകൾ കൊടുത്ത ചില വിലകളുണ്ട്. യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില, യേശുവിന്റെ നാമത്തില. ഹല്ലേലൂയ. അപ്പോൾ ഈ ആലയം എന്ന ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടത് കാര്യം ജോലി ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെയാ. Prepare for battle, spiritual warfare. എഫിഷ്യൻസ് 6-ന്റെ 15-ാമത്തെ വാക്യം 2 തിമോത്തി 2-ന്റെ 3-ാം അധ്യായം കൊടുത്ത് വായിക്കണം. എഫിഷ്യൻസ് 6, chapter 6 verse 11, and at the same time I want somebody to read 2 Timothy chapter 2 verse 3. ഒന്ന് വായിച്ചോട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ധരിച്ചുകൊള്ളുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമ്മുടെ യുദ്ധം ആരുമായിട്ടാ? ശ്രദ്ധിച്ചോണം. നമ്മുടെ യുദ്ധം ആരുമായിട്ടാ? വാഴ്ചകളോടും അധികാരമുള്ളവരോടും ഈ അന്ധകാരത്തോടാ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ യുദ്ധമാരോ ഒരു മനുഷ്യനോടല്ല, ഒരു വ്യക്തികളോടല്ല, ഒരു പേഴ്സണലായിട്ടുള്ള ആരോടല്ല, ബ്രദറിനോടല്ല, സിസ്റ്ററിനോടല്ല. പിന്നെ ആരുമായിട്ട് നമ്മുടെ യുദ്ധം? പൈശാചി ശക്തിയുമായിട്ടുള്ള യുദ്ധമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അപ്പോൾ ഈ പൈശാചി ശക്തിയുമായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കും. ഹല്ലേലൂയ. ആദ്യം അവൻ തന്ത്രമായിട്ട് കൊണ്ടുവരുന്നത് നീ കർത്താവുമായിട്ട് മകനും പിതാവുമായി ബന്ധത്തെ അവൻ ആദ്യം മുറിച്ചു മാറ്റുമാ. ഇന്ന് പകല് നിന്റെ ബന്ധത്തെ മുറിച്ചു മാറ്റുവാൻ ഒരിക്കലും ഒരു അന്ധകാര ശക്തിക്ക് ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് ആദ്യം അവൻ ചെയ്യുന്നത്, ഈ ബാറ്റിൽ ഫീൽഡില് നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ബാറ്റിൽ ഫീൽഡ് നമ്മുടെ സഹോദരന്മാരില്ല, ഈ ബാറ്റിൽ ഫീൽഡ് നമ്മുടെ സഹോദരിമാരില്ല. ഈ ബാറ്റിൽ ഫീൽഡ് നിന്നോടും എന്നോടും നമ്മളോടും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തില. അപ്പോൾ ഈ ബാറ്റിൽ ഫീൽഡില് ആമേന, നമ്മൾ ഈ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുദ്ധകലമാണ്. ഹല്ലേലൂയ. ഈ യുദ്ധകോളത്തിനകത്ത് നമുക്ക് കാണാം, നമ്മുടെ ആ യുദ്ധത്തിന് ഭാഗമാകുന്ന ദൈവനാമനായ സോൾജേഴ്സുകൾ അനേകവര് നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. അവര് വില കൊടുത്തോണ്ട് നീ ഇന്ന് ജീവനോടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനും ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ വചനത്തെ ഞാൻ ഷെയർ ചെയ്യുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന ചില വിലകൾ ഞാനും കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത്. എന്റെ മാതാവ് പിതാക്കന്മാര് വില കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽ എന്റെ കുടുംബം ഇവിടെ നിൽക്കുന്നെങ്കിൽ ചില വില കൊടുത്തിട്ട് നിൽക്കുന്നത്. അത് ആർക്കും അറിയാത്ത ചില വിലകള് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എവിടൊക്കെ വില കൊടുക്കുന്നുണ്ടോ അവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. എവിടെ ദൈവ വില കൊടുക്കുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ എന്താ പറയുക, കർത്താവ് നമ്മളോട് കൂടെ വിശ്വസ്തനായി കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളോട് ദൈവം കൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മളോട് ദൈവം കൂടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ലോകത്തിന്റെ ശരീരത്തിന്റെ അകത്ത് നമ്മൾക്ക് കർത്താവിനുമായിട്ട് ബന്ധപ്പെടുന്ന പല തടസ്സമായി കൊണ്ടുവരുന്ന പല സാധനങ്ങളെ ആദ്യം ഉപേക്ഷിച്ചോണം. ഫ്ലഷ് ഔട്ട് ചെയ്തോണം പകൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനെ ഒന്ന് ഉപേക്ഷിക്കുവാൻ തയ്യാറായിക്കോണം. ഹല്ലേലൂയ. ചിലതിനെ നീ ഉപേക്ഷിക്കുവാൻ തയ്യാറെങ്കിൽ മാത്രമേ ചിലതിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഈ ബാറ്റിൽ ഫീൽഡില് നമുക്ക് എന്തോ ആയുധമായിട്ടുള്ളത്? നമുക്ക് ഇവിടെ ബാറ്റിൽ ഫീൽഡിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ബുള്ളറ്റ് പ്രൂഫ് ഉണ്ട്, അല്ലെ? ബുള്ളറ്റ് ജാക്കറ്റ് ഉണ്ട്, ബാഗ് ഉണ്ട്, വാട്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ളത് സർവശക്തനായ യേശു എന്ന ആർമറിനെ ഞാൻ ധരിക്കാൻ പോകും. ആമേൻ. യേശുവിന്റെ നാമത്തില് ഈ ആർമറിനെ ഞാൻ ധരിച്ചു കഴിയുമ്പോൾ തന്നെ ആമേൻ, ഒരു അന്ധകാരത്തിലും എന്നെയോ എന്റെ മാമയെ വീഴ്ത്തുവാൻ പറ്റുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഞാൻ യേശുവിന്റെ ആർമറിനെ ധരിക്കുമ്പോൾ ആമേൻ, ഒരു അന്ധകാരത്തിന് എന്നെ തൊടുവാൻ പറ്റുകയില്ല, ഒരു അന്ധകാരത്തിന് തടുവാൻ പറ്റുകയില്ല. എന്റെ ശരീരത്തിന് മേലില്ല, എന്റെ ലോകത്തിന് മേലില്ല, എന്നെ വീഴ്ത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ അന്ധകാരത്തിന് പറ്റുകയില്ല.
ഹല്ലേലൂയ. യേശുവിന്റെ ആർമർ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ ധരിക്കണം. ധരിക്കുമ്പോൾ നിങ്ങൾ വീണു പോകത്തില്ല. ഈ ബാറ്റിൽ ഫീൽഡിൽ നിങ്ങൾ വീണു പോകുന്നെങ്കിൽ യേശുവിന്റെ ആർമർ അല്ലെങ്കിൽ ഷീൽഡ് നമ്മുടെ കയ്യില്ലാത്തോണ്ടാ. ഹല്ലേലൂയ. ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാത്ത ജാക്കറ്റ് ഇട്ടോണ്ട് ഞാൻ പോയി യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വെടിയിട്ട് വീഴുമോ ഇല്ലയോ? വീഴും അല്ലേ? ഞാൻ ധരിക്കേണ്ടത് ഞാൻ ധരിച്ചു, പ്രിപ്പയർ ചെയ്ത് ഞാൻ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ എന്നെ രക്ഷിക്കേണ്ട പല കാര്യങ്ങൾ എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ മനുഷ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ഞാൻ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് യാത്ര തിരിക്കാം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, എന്നോട് ഇൻക്ലൂഡിങ് മൈസെൽഫ് എനിക്ക് പറയുവാനുള്ളത്, യേശുവിൻ ആർമറിനെ സ്വീകരിക്കാൻ തുടങ്ങിക്കോ. യേശുവിൻ ആർമറിന്റെ ശരീരത്തിൽ ധരിക്കാൻ തുടങ്ങിക്കോ. ഇന്ന് പകല് ഏത് വിധികൾ നിന്റെ എതിരെ വന്നോട്ടെ, ഏത് പ്രശ്നങ്ങൾ നിന്റെ എതിരെ വന്നോട്ടെ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ കരം നിന്റെ എതിരായി പ്രവർത്തിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്. ആമേൻ. ആർമർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ദൈവത്തിന്റെ യേശുവിന്റെ ആർമർ. ആമേൻ. നമ്മുടെ ഷീൽഡ്, കർത്താവ് നമ്മുടെ ഷീൽഡ്. അങ്ങനെയെങ്കിൽ ഒരു ശത്രുവിന്റെ തന്ത്രമോ അവന്റെ ശക്തി നമുക്ക് ഫലിക്കുകയില്ല. ആമേൻ. നീ വീണ് പോകാതെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഷീൽഡായി ദൈവം നിന്നോട് കഴിഞ്ഞ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ലിജോട് കഴിഞ്ഞ നാൾക്ക് ദൈവത്തിന്റെ ഷീൽഡ് ഉള്ളതുകൊണ്ട് അവൻ വീണു പോകായിരുന്നു. നിന്നോടുള്ള ആലോചന ഇപ്പം വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. ഇന്ന് പകല് ആ ഷീൽഡ് പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ലിജോ വീണു പോയനെ. ഹല്ലേലൂയ. നീ അറിയാതെ തന്നെ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരുന്നു മകനെ. ഹല്ലേലൂയ. ഓ നീ ബാറ്റിൽ ഫീൽഡിൽ നീ വീണു പോകേണ്ടിയായിരുന്നു. പക്ഷെ അനേകവരുടെ പ്രാർത്ഥനയും അനേകവരുടെ കണ്ണുനീരിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിന്റെ അപ്പുറമായി ദൈവത്തിന്റെ ദയ, എന്റെ ദയ നിന്റെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതിൽ തോറ്റു കൊടുക്കുവാനോ നിന്നെ തോൽപ്പിച്ചു കളയുവാൻ ശത്രു വന്നപ്പോൾ, തകർത്ത് കളയുവാൻ ശത്രു വന്നപ്പോൾ, ആമേൻ, ഇന്ന് പകല് ഞാൻ ഷീൽഡായി നിന്റെ വിഷയത്തിൽ ഇറങ്ങി വന്ന് ആമേൻ നിന്റെ വിഷയത്തിന് മേലിൽ ഞാൻ പ്രവർത്തിച്ച ദൈവം എന്നുള്ള കാര്യം ഇന്ന് പകൽ നീ മറന്നു പോകല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആര് കർത്താവിന്റെ ജന്മ. ആമേൻ. 2 തിമോത്തിയുടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് 2 തിമോത്തി 2:3 നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. കാരണം സമയം നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഓടിച്ചു വിടും. ഹല്ലേലൂയ. ആമേൻ. പ്രിപ്പറേഷൻ ഈസ് എ പ്രൊട്ടക്ഷൻ. എന്തുവാ നമ്മുടെ ജീവിതത്തിൽ പ്രിപ്പറേഷൻ? എന്തോ നമ്മുടെ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾക്കറിയാം, നമ്മൾ യുദ്ധത്തിലാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ യുദ്ധത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പരാജയമാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ആമേൻ. പ്രിപ്പയർ ചെയ്യാതെ പരിശുദ്ധാത്മാവില്ലാതെ ഞാൻ ശുശ്രൂഷിച്ചാൽ അതും വർത്തലെസ് ആണ്. ആമേൻ. ആമേൻ. എന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്റെ പ്രൊട്ടക്ഷൻ. ആമേൻ. ഈ യുദ്ധത്തിൽ എന്റെ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഇവിടെ പ്രിപ്പയർ ആയി നിൽക്കുന്നെങ്കിലും അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശത്രു കൊണ്ടുവരുന്ന പല കാര്യങ്ങൾ എന്തുവാ? വാർഫെയറിലായിരിക്കുമ്പോൾ, യുദ്ധത്തിലായിരിക്കുമ്പോൾ ഒന്ന് കൊണ്ടുവരുന്നത് ഡിപ്രഷൻ, പിന്നെ ടെംപ്ടേഷൻ ആൻഡ് ഫിയർ ആൻഡ് ആരോസ് ഫ്രം ദി എനിമീസ്. ആമേൻ. അവൻ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിപ്രഷൻ, പിന്നെ ടെംപ്ടേഷൻ, പിന്നെ ഭയം. അതുകൊണ്ട് ഇന്ന് പറയുന്നത് ആർമർ അപ്പ് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഡിപ്രഷനും ആൻസൈറ്റിയും ഫിയറും ഒന്നും നിന്നെ തകർക്കുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇഫ് യു ആർ ആർമർ അപ്പ് ഇൻ ജീസസ് നെയിം, നോ ഡിപ്രഷൻ, നോ ആൻസൈറ്റി, nothing can destroy you in Jesus name. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല ദുഃഖത്തിന്റെ ഡിപ്രഷന്റെ വാക്കുകൾ ശക്തി കൊണ്ട് പറയണമില്ല. അതിന് ഞാൻ ജയം കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത prepare for the coming of Jesus Christ. കർത്താവിന്റെ വരവിനെ കുറിച്ച് മത്തായി സുവിശേഷം 24-ാമത്തെ വാക്യം, 1 തെസ്സലോനിയൻസ് 5-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 24-44. അത് കഴിഞ്ഞിട്ട് 1 തെസ്സലോനിയ ലേഖനം അതിന്റെ 5-ാമധ്യം 2-6 വരെയുള്ള വാക്യം ഒരാൾ വായിക്കണം. നിങ്ങൾ മനുഷ്യപുത്രൻ നീ വരാൻ പോവാ അല്ലെ? മനുഷ്യപുത്രൻ വരാൻ പോവാ. അടയാളങ്ങൾ കാണുന്നുണ്ടോ? അടയാളങ്ങൾ കാണുന്നുണ്ടോ?
ഉണ്ട്. കർത്താവിന്റെ വരവേറ്റ ആസന്നമായിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോണമോ. യേശുവിന്റെ നാമത്തിൽ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണു പോകാതെ, ലോകത്തിലെ ജനത്തിന്റെ മോഹങ്ങളിൽ വീണു പോകാതെ ഈ ദിവസങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ പ്രിപ്പറേഷൻ ഉള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവായിട്ട് വരുമ്പോൾ ആമേൻ വെളിപ്പെടുത്തിയ സബ്ജക്ട്. ഹല്ലേലൂയ. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. കർത്താവ് വരുമ്പോൾ നമ്മളും എടുക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ആരും എടുക്കപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് ദുഃഖമായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ ആസനമായിരിക്കുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങൾ വിട്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ വിട്ട്, ചിന്തകൾ വിട്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി ലിവിംഗ് സാക്രിഫൈസ് ആവുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. അവൻ വരുമ്പോൾ നീ നമ്മൾ ഓരോരുത്തരും അതിൽ കാലം ഉദിക്കുമ്പോൾ നമ്മൾ അതിൽ കാണപ്പെടുത്തുന്ന ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വരവേറ്റം ആസന്നമായിരിക്കുമ്പോൾ നമ്മൾ തയ്യാറായിരിക്കുക. ഹല്ലേലൂയ. അതിന് ഒറ്റ കാര്യം എനിക്ക് പറയുവാനുള്ളൂ. വിശ്വാസികളെ, ദൈവമക്കളെ, ദൈവസഭയെ, നിങ്ങൾ അനുസരണത്തിന് ഡിലേ ചെയ്യല്ല. ഹല്ലേലൂയ. എപ്പോഴും ബിലീവേഴ്സ് എന്തോ ചെയ്യുന്ന അറിയാമോ, അവർ ഒബീഡിയൻസിന് ഡിലേ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അവർക്ക് അനുസരിക്കാനുള്ള കാര്യത്തിന് ഇച്ചിരി ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പറയുവാനുള്ളത്, ബിലീവേഴ്സ് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാമോ, അവർക്ക് എപ്പോഴും സമയമുണ്ടെന്ന്. നിങ്ങളുടെ സമയമില്ല, സമയം അവസാനിക്കാറായി. ഹല്ലേലൂയ. സമയം അവസാനിക്കാറായി. ആമേൻ. ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു, ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ മനസ്സിനെ ഒന്നിനും ഒന്ന് ഡിലേ ചെയ്യാതെ ദൈവസന്നിധിയിലെ ദൈവകർത്താവിന്റെ പാദപ്രതിയിൽ ഇരിക്കണമെങ്കിൽ കാളമൂതുമ്പോൾ ഈ ഭൂമി എടുക്കപ്പെടും തന്നെ ചെയ്യുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. കർത്താവിന്റെ വചനത്തിൽ നിന്ന് മത്തായി 25 വിശ്വസിക്കുന്ന ഒരാൾ അടയാളങ്ങൾ കാണപ്പെടുന്ന ചെയ്യുമ്പോൾ ഇന്ന് പകലൊന്ന് പ്രിപ്പറേഷൻ ചെയ്യുവാൻ തയ്യാറെങ്കിൽ, പ്രിപ്പയറുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ തയ്യാറെങ്കിൽ, നിന്റെ മനസ്സിനെ മാറ്റിവെച്ച്, നിന്റെ ലോകമോഹങ്ങളെ മാറ്റിവെച്ച്, ആമേൻ, അന്ധകാരത്തിന്റെ വിഷയങ്ങളെ മാറ്റിവെച്ച്, അന്ധകാരങ്ങളുടെ ചിന്തകളെ മാറ്റിവെച്ച്, ആമേൻ, വേണ്ടാത്ത ചിന്തകൾക്ക് വേണ്ടാത്ത ചെവി കൊടുത്ത് മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ടി ചെവി കൊടുക്കണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും തന്നെ ചെയ്യും. നിന്റെ കഷ്ടതകളിലും നിന്നെ വിടുവിക്കുന്നവരും ഒരുവനുണ്ട്. കഷ്ടങ്ങളിലും കൈവിടാത്തവൻ ഒരുവനുണ്ട്. ഒരു ഷീൽഡ് നമ്മുടെ മേലുണ്ട്. ദൈവം എന്ന ഷീൽഡിനെ, കർത്താവിന്റെ ഷീൽഡിനെ നമ്മൾ ധരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വരവ് ഏത് സമയത്തും അവൻ വരുന്നത് എങ്ങനെയാണെന്നറിയാം, കള്ളനെ പോലെ വരും. ആമേൻ. ഫുൾ അധികാരത്തോടെ വരും. അങ്ങനെ വരുമ്പോൾ അവന്റെ ആഗ്രഹിക്കുന്നവര്, കാണുവാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെങ്കിൽ ഇന്ന് പകല് നമ്മളെ തന്നെ തന്നെ പ്രിപ്പയർ ചെയ്തോണം. യേശുവിന്റെ നാമത്തില. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്ല നമ്മളെല്ലാത്തിനും പ്രിപ്പയർ ചെയ്തോണം. ഹല്ലേലൂയ. കാരണം ഒരു തവണയുള്ള ഒരു ചാൻസ്, പിന്നെ ചാൻസ് ഇല്ല നമുക്ക്. ഹല്ലേലൂയ. ഇപ്പൊ കിട്ടുന്ന ചാൻസ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ചാൻസ് കിട്ടത്തില്ല. കിട്ടുന്ന ചാൻസിൽ നീ ദൈവസ്ഥാനിൽ പ്രിപ്പയർ ആയിക്കോണം. കിട്ടുന്ന ചാൻസിൽ നീ മാനസാന്തരപ്പെട്ടോണം. കിട്ടുന്ന ചാൻസ് നീ ആരാധിച്ചോണം. കിട്ടുന്ന ചാൻസ് ശുശ്രൂഷിച്ചോണം. പിന്നെ ഈ ഒരു അവസരം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരിക്കലും ഒരു അവസരങ്ങൾ കാത്തിരിക്കത്തില്ല. നമ്മുടെ സമയം അവസാനിക്കാറായി. ഇന്നും നാളെ നാളെ എന്ന് പറഞ്ഞിരിക്കില്ല. നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് യാത്ര തിരിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മെ ദൈവം ഈ വചനങ്ങളായി നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.